സെൻറ്റി ആയിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. അങ്ങനെ എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ അതേപോലെ കിട്ടിയില്ല. ഞാനിങ്ങനെ സിനിമ ഒരു പ്രേമിയാണ്, അതുകൊണ്ട് അങ്ങനെ എല്ലാ സിനിമയും കാണാറുണ്ട്. ഫ്രണ്ട്സുമായിട്ടുള്ള കാലം എല്ലാം ഓർമ്മ. ഞാൻ അത്ര യൂത്ത് അല്ല, എന്നാലും ഓർമ്മയൊക്കെ വരുന്നുണ്ട്. കുറേ നാളായി ഇവനൊരു സിനിമ ഇറങ്ങിയിട്ട്. അടുത്ത കുറച്ച് എൻഗേജിങ് ആയിട്ട് പോയൊരു മൂവിയാണ്. റൊമാൻറ്റിക്സ് ഇതാണ്, പക്ഷേ എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് അതിൻ്റെ ഇത് സ്റ്റോറി ലൈൻ നല്ല രസമുണ്ട്, അതായത് ബോർ അടിക്കത്തില്ല, നല്ല എൻഗേജിങ് ആയിട്ടാണ് പോയത്. നല്ല ഫീൽ ഗുഡ് പടമാണ്. കുറച്ച് എല്ലാ ആക്ടിങ് ഒക്കെ കാസ്റ്റിങ്ങും എല്ലാം നല്ല രസമുണ്ട്. ഫാമിലി പ്രത്യേകിച്ച് യൂത്തിനാണ് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കോമഡിയും സംഭവമൊക്കെ എല്ലാം യൂത്തിനാണ് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് എല്ലാവരുടെ ലൈഫിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ ലൈഫിലും നമുക്കും കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കൂടുതൽ. ഫീൽ ഗുഡ് ഫിലിമാണ്. ഞാനിങ്ങനെ സിനിമ ഒരു പ്രേമിയാണ്, അതുകൊണ്ട് അങ്ങനെ എല്ലാ സിനിമയും കാണാറുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണാൻ പറ്റും, അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമായിട്ട് തോന്നിയില്ല എനിക്ക്. ഓൾമോസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ തിയേറ്ററിൽ നിന്ന് പോകാൻ തോന്നത്തില്ല, അങ്ങനെ ആ ഫ്ലോയിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ശരിക്കും നല്ല അടിപൊളി പടമാണ്, നല്ല രസമുണ്ട് കണ്ടിരിക്കുക. കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. കൊള്ളാം, നൈസ് പടമാണ്, അടിപൊളി പടമാണ്, കിട്ടും. കൊള്ളാം, ഇത് നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി പടം, കിടുപ്പടമെന്ന് ഞാൻ പറയുള്ളൂ. നല്ല സിനിമ. ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. സെൻറ്റി ആയിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. ഒരുപാട് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഒബ്വിയസ്ലി റിയാലിറ്റി ഓപ്പോസിറ്റ് ആണ്, പക്ഷേ മൂവി നല്ല എൻജോയിങ് ആണ്, എല്ലാവർക്കും നല്ല എൻ്റർടൈനിങ് ആണ്, നല്ല കോമഡി എല്ലാം ഉണ്ട്, എല്ലാം ഒരു ഓൾറൗണ്ടർ മൂവിയാണ്. അങ്ങനെ എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ അതേപോലെ കിട്ടിയില്ല. നല്ല ലൈറ്റ് മൂവി, എൻജോയ് ചെയ്തു. ഒരു മിനിറ്റ് പോലും ബോർ അടിച്ചില്ല, നല്ല മൂവിയായിരുന്നു. ഫ്രണ്ട്സുമായിട്ടുള്ള കാലം എല്ലാം ഓർമ്മ. ഞാൻ അത്ര യൂത്ത് അല്ല, എന്നാലും ഓർമ്മയൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയത്തക്കത് ആ പയ്യൻ്റെ പേരെന്തുവാ, അവൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യിച്ചുകൊണ്ട്. കൊള്ളാം, നന്നായിരുന്നു, നല്ല സിനിമയായിരുന്നു. അവരുടെ കോമഡിയാണ് രസമായിട്ട് തോന്നിയത്. 2 മണിക്കൂർ ഫുൾ ചിരിച്ചു. കുറേ നാളായി ഇവനൊരു സിനിമ ഇറങ്ങിയിട്ട്. നല്ലതായിരുന്നു, നല്ല അടിപൊളി മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. നസ്രിൻ നല്ലായിരുന്നു, മമിത ബൈജു നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ടാണ് തോന്നിയിട്ടില്ല. കോമഡീസ് നല്ലതായിട്ടുണ്ട്. ചില നമുക്ക് ഫുൾ ടൈം ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് ഇത്, അല്ലാണ്ട് വലിയ മോറൽ സ്റ്റോറി ഒന്നുമല്ല. നല്ല നമ്മളെ നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നിപ്പിക്കും കുറേ. അതാണ് ഒട്ടും സീരിയസ് അല്ല, നല്ല കോമഡി ആയിട്ടുള്ള നല്ലൊരു ഗുഡ് വാച്ചാണ്. നല്ല സ്റ്റോറി തന്നെ നല്ലതാണ്. അതെ, നമ്മളൊക്കെ ഇപ്പോൾ ഏജ്ഡ് ആയല്ലോ, അപ്പോൾ കുറച്ച് താഴെ ഏജിലുള്ള മൂവി കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്.